വെൽക്കം ടു ദ ഫൺ കുക്ക്. മുന്നേ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആട്ടോ. ഇന്ന് വഴുതനങ്ങ മസാല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആവശ്യമായ സാധനങ്ങൾ: 2 ടേബിൾ സ്പൂൺ മുഴുമല്ലി, പിന്നെ ഒരു 6-7 വെളുത്തുള്ളി, 2 കുഞ്ഞു പീസ് പട്ട, 3 ഗ്രാമ്പൂ, ഒരു 6 ചുവന്ന മുളക്, എരിവിനനുസരിച്ച് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ തേങ്ങയും, പിന്നെ വഴുതനങ്ങ അത് ഇങ്ങനെ 4 കട്ട് ചെയ്തിട്ട് വെക്കണം കേട്ടോ. ഇതിൽ സ്റ്റഫ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കറിയാണ്. പിന്നെ ചുവന്ന ഉള്ളിയും കൂടെ ചേർത്ത് അരയ്ക്കാം. ആദ്യം ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കുക. നമ്മൾ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി, പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കതിൽ നിന്ന് തന്നെ ഇങ്ങനെ മൂത്ത മണം വരും. അതൊന്ന് മൂക്കുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയെന്ന് കഴിയുമ്പോൾ എടുത്തു വെച്ച് ചുവന്ന മുളകും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുക. അതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ കറിവേപ്പില ആഡ് ചെയ്യുക. സെയിം അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി അരയ്ക്കാനായിട്ട് നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തേങ്ങയും കൂടെ ഈ വറുത്തതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് ചേർത്തിട്ട് അരയ്ക്കണം കേട്ടോ. കല്ലുപ്പ് ചേർത്തിട്ട് അരയ്ക്കുക. ആറിയതിന് ശേഷം അത് അരയ്ക്കുക. നമ്മൾ മഞ്ഞൾപ്പൊടി കൂടെ ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ ആഡ് ചെയ്യണം. അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മസാല ആ വഴുതനങ്ങയിൽ ഓരോ വഴുതനങ്ങയിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്യുക. നല്ല ടേസ്റ്റ് കേട്ടോ ഈ മസാല തന്നെ. അങ്ങനെ ഓരോന്നും നമ്മൾ സ്റ്റഫ് ചെയ്തെടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും. ചപ്പാത്തിക്ക് അടിപൊളിയാണ്, ചോറിനും അടിപൊളിയാണ്. പിന്നെ വീണ്ടും ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം കടുക് പൊട്ടിക്കുക. അതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ കറിവേപ്പിലയും പൊട്ടിക്കുമ്പോൾ നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ച ഓരോ വഴുതനങ്ങ എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കാം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ഹൈപ്പ് അടിക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഹൈപ്പ് അടിക്കണം. ഇതിലെന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. നമ്മൾ ആദ്യം ഒരു സൈഡ് വേവിച്ചതിന് ശേഷം തിരിച്ച് മറിച്ച് വിട്ടിട്ട് അത് വേവിച്ചെടുക്കണം. നമ്മൾ പിന്നെ ആദ്യം ഈ വഴുതനങ്ങ ഇങ്ങനെ സ്റ്റഫ് ചെയ്തത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചതിൻ്റെ ഇത് ഉണ്ടാവുമല്ലോ മസാല, അത് നമ്മളതിൽ കുറച്ച് മസാല എടുത്തിട്ട് ഇതിനുള്ളിൽ സ്റ്റഫാക്കിയിട്ടുള്ളൂ. ബാക്കി മസാല കൂടെ ഇതിൽ ആഡ് ചെയ്യും. ഇത് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അത് ആഡ് ചെയ്യും. ഇത് വലിയ വഴുതനങ്ങയായത് കാരണം കുറച്ച് വേവാൻ ടൈം എടുക്കുമല്ലോ. അപ്പോൾ അത് കാരണം അരപ്പിൽ ബാക്കി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് വലിയ വഴുതനങ്ങയായത് കാരണം കുട്ടി വഴുതനങ്ങ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ചെയ്താൽ ഒന്നുകൂടെ നന്നായിരിക്കും. അടച്ചു വെച്ച് ആ വെള്ളം വറ്റുന്നത് വരെ, കുറുകുന്നത് വരെ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് അത് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ
ടേസ്റ്റി വഴുതനങ്ങ മസാല റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.